നമ്മുടെ ബിഗ് ബോസ് മലയാളം സീസൺ 7 കഴിഞ്ഞ ആഴ്ച ഒരു പണിപ്പുര ടാസ്ക് ഉണ്ടായിരുന്നു. ആ ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ലക്ഷറി ബഡ്ജറ്റിന്റെ പോയിന്റ്സ് വേണോ അല്ലെങ്കിൽ ആ ബിഗ് ബോസ് തരുന്ന സംഭവം എടുക്കണോ എന്നുള്ള രീതിയിലത്തെ ഒരു ടാസ്ക് ആയിരുന്നു. നമ്മളെല്ലാവരും ആ ടാസ്ക് കണ്ടതാണ്. അതിൽ നമ്മുടെ ആദില നൂറ പോയപ്പോൾ അവർക്ക് കിട്ടിയൊരു സംഭവമായിരുന്നു. ഫാമിലി വീക്കില് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഏത് കണ്ടസ്റ്റന്റിന്റെ ഫാമിലി ആദ്യം വരണം എന്നാണെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ ഇവര് കുറച്ച് പേരുടെ പേരൊക്കെ പറയുന്നുണ്ട്. നമ്മുടെ അപ്പാനി ശരതിന്റെ ഇമ്രാനയുടെ ഒക്കെ ഫാമിലിയൊക്കെ വരണം എന്ന് ഇവര് ഡിസ്കസ് ചെയ്തൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ബിഗ് ബോസ് നേരെ ഇതിന് 7ന്റെ പണിയാക്കി കൊടുക്കുകയാണ്. അതായത് ഇവര് പറഞ്ഞ 3 ഫാമിലീസ് ഈ ഫാമിലി വീക്കിലേക്ക് വന്നില്ലെങ്കിൽ ഇവർക്ക് ഇത്ര പോയിന്റ്സ് കിട്ടും എന്നുള്ളത് നേരെ പ്ലേറ്റ് മറിക്കുകയാണ്. അപ്പോൾ ഇവർ ആകെ പെട്ടുപോയി. പക്ഷെ അവർക്ക് അധികം നേരം ഒന്നും ആലോചിക്കേണ്ടി വന്നില്ല. അവർ ഉടനെ തന്നെ മറുപടി പറഞ്ഞു, വേണ്ട ബിഗ് ബോസ്, എല്ലാവരുടെ ഫാമിലീസ് വന്നോട്ടെ, നമുക്ക് പോയിന്റ്സ് വേണ്ട എന്ന് പറഞ്ഞാൽ പോയിന്റ്സ് വിട്ടു കൊടുക്കുകയാണ്. ആക്ച്വലി അവർ എടുത്തത് വളരെ നല്ലൊരു ഡിസിഷനാണ്, നല്ലൊരു തീരുമാനമാണ്. പക്ഷേ ഗെയിം വൈസ് നോക്കുമ്പോൾ പോയിന്റ്സ് ആണ് നമുക്ക് ഇമ്പോർട്ടന്റ്. എന്നാലും ചില കേസുകളിൽ നമുക്ക് എന്താ ഗെയിമിന്റെ അപ്പുറത്ത് കുറച്ച് പേഴ്സണൽ അല്ലെങ്കിൽ മോറൽ വാല്യൂസിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം. ഇപ്പോൾ ഇവരുടെ കേസിൽ ഇവർക്ക് ഫാമിലിയോ അല്ലെങ്കിൽ ഇവരുടേതായ കുറെ പേഴ്സണൽ പ്രശ്നങ്ങൾ ഇവർക്കുണ്ട്. പക്ഷെ അതെല്ലാം കൺസിഡർ ചെയ്തുകൊണ്ട് തന്നെയാണ് അവർ ആ ഒരു നല്ല തീരുമാനം എടുത്തത്. അങ്ങനെ എനിക്ക് അന്നേരം തൊട്ട് ഇവർ നല്ലൊരു ക്വാളിറ്റിയുള്ള കണ്ടസ്റ്റൻസ് ആണെന്ന് മനസ്സിലായി. ഓൾറെഡി ഇവർക്ക് നല്ല ക്വാളിറ്റിയുള്ള കണ്ടസ്റ്റൻസ് ആണ് ബിഗ് ബോസിലുള്ളത്. പക്ഷെ ഈ ഒരു സംഭവം കൂടി ആയപ്പോൾ ഇവരുടെ എന്താ പറയാ, ഇത് ഒന്നും കൂടി കൂടിയിട്ടുണ്ടായിരുന്നു. എനിക്ക് കുറച്ചും കൂടി ഇംപ്രഷൻ കൂടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ കഴിഞ്ഞ, അതായത് സാറ്റർഡേ നടന്ന എപ്പിസോഡിൽ അക്ബറിന്റെ വീട്ടിൽ നിന്ന് ഉമ്മ വിളിച്ചൊരു സംഭവം ഉണ്ടായിരുന്നു. അതില് നമ്മള് ഇവിടെ എപ്പിസോഡിൽ കേട്ടില്ല, പക്ഷെ പൊതുവായി ആ ലൈവും കാര്യങ്ങളൊക്കെ കണ്ടവർക്കറിയാം. അതിനകത്ത് അക്ബറിന്റെ ഉമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പിന്നെ വൈകുന്നേരങ്ങളിലുള്ള ആദിലയുടെ നൂറയുടെയും കൂടിയുള്ള ഇരുത്തവും സംസാരവും ഒക്കെ ഒന്ന് കുറയ്ക്കണം എന്നുള്ള രീതിയിൽ അക്ബറിന് ഒരു വാർണിംഗ് പോലെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആക്ച്വലി അത് നമുക്കറിയാം, അക്ബറിന്റെ ഉമ്മ പ്രായമായ ഒരു സ്ത്രീയാണ്. അവര് വളർന്നു വന്നൊരു സാഹചര്യം അല്ലെങ്കിൽ അവര് കണ്ട ടൈമിലുള്ള കാര്യങ്ങളൊന്നും അല്ല ഇപ്പോ. അപ്പൊ അതുകൊണ്ട് അവർക്ക് അത് അക്സെപ്റ്റ് ചെയ്യാനും ഡൈജസ്റ്റ് ആവാനും കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും എന്നുള്ള ഇതുകൊണ്ടാണ് നമ്മൾ ഹൈലൈറ്റ് ചെയ്യാനത്. പക്ഷെ ഈ ഒരു വിഷയം എവിടെയെങ്കിലും ഒന്ന് പറഞ്ഞു പോയില്ലെങ്കിൽ അത്രയും നല്ല ക്വാളിറ്റി കണ്ടസ്റ്റൻസിന് വല്ലാണ്ട് ഹേറ്റഡും കാര്യങ്ങളും വരും എന്ന് തോന്നുന്നതുകൊണ്ട് മാത്രം പറയുന്നതാണ്. ഒരിക്കലും നമുക്ക് അക്ബറിന്റെ ഉമ്മയെ എന്താണ് അതിനുവേണ്ടി കുറ്റം പറയാൻ പറ്റില്ല. കാരണം അത് ഓരോരുത്തരുടെ പേഴ്സ്പെക്റ്റീവ് ആണ്. അവർ വളർന്നു വന്ന സാഹചര്യം, അവരുടെ കൾച്ചർ, അതെല്ലാം ഇപ്പോഴത്തെ ആൾക്കാരുടെ കാര്യങ്ങളായിട്ട് മാച്ച് ആവണമെന്നില്ല. അതുകൊണ്ട് നമുക്ക് ഒരിക്കലും അങ്ങനെ കുറ്റം പറയാൻ പറ്റില്ല. പക്ഷെ ബിഗ് ബോസിന് ആക്ച്വലി ആ കോള് തന്നെ ആവശ്യമില്ലായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അക്ബറിന് വാർണിംഗ് കൊടുക്കാനാണെങ്കിൽ എന്തൊക്കെ രീതിയിൽ വാർണിംഗ് കൊടുക്കാം, ലാലേട്ടൻ തന്നെ ധാരാളം. അതിന് വീട്ടിൽ നിന്ന് വിളിക്കുക, അതിന്റെ ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല. അപ്പോ ആ ഒരു സംഭവത്തിൽ ഇങ്ങനെ കോളിന്റെ കേസിലാണ് ഇത് വന്നേന്നൊക്കെ അവിടെ ചർച്ചയാവുന്നുണ്ട്, ബിഗ് ബോസ് വീട്ടിൽ ചർച്ചയാവുന്നുണ്ട്. പക്ഷെ നമുക്കത് കറക്റ്റ് ആയിട്ട് കേട്ടില്ല. മേ ബി അത് ബിഗ് ബോസ് കോൺട്രവേഴ്സി ആവണ്ടെന്ന് വെച്ച് ഒഴിവാക്കിയ സംഭവമാണ്. പക്ഷെ എന്തായാലും അതിന്റെ തുടർന്ന് അവർ സംസാരിക്കുന്നുണ്ട്. അതുകൊണ്ട് ആദിലയും നൂറയും തമ്മിൽ ഒരു കോൺവെർസേഷനിൽ പറയുന്നുണ്ട്, ഇത് ഉമ്മ പറഞ്ഞതിന് ശേഷം അക്ബർ ഇവരോട് കാര്യമായിട്ട് സംസാരിച്ചിട്ടൊന്നുമില്ല, കൂടി ഇരുന്നിട്ടൊന്നുമില്ല എന്നുള്ള രീതിയിലും സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ആ 2 പെൺകുട്ടികൾ അവരുടെ ലൈഫ് അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ അവർ തീരുമാനിച്ചു. അവരെ മനസ്സിലാക്കാൻ പറ്റാത്തവരെ അവരെ ഒഴിവാക്കി പോയി. കാരണം ഈ ലോകത്തുള്ള എല്ലാ മനുഷ്യരും പക്ക പെർഫെക്റ്റോ കാര്യങ്ങളൊന്നുമല്ല. എല്ലാവർക്കും അവരുടേതായ പോരായ്മകളും മിസ്റ്റേക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെല്ലാം ഓരോ രീതിയിൽ എങ്ങനെയെങ്കിലുമൊക്കെ കോപ്പപ്പ് ചെയ്താണ് നമ്മൾ സർവൈവ് ചെയ്ത് വരുന്നത്. അങ്ങനെ 2 പേര് അവരുടെ ഇഷ്ടം തിരഞ്ഞെടുത്ത് അവർ സർവൈവ് ചെയ്ത് ഇവിടെ വരെ എത്തി. ഇങ്ങനെയുള്ള ഒരുപാട് പേരുണ്ട്. അവരുടെ ജെൻഡറോ അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങളൊന്നും നോക്കാണ്ട് ആസ് എ ഹ്യൂമൻ ബീങ് നമുക്ക് ബാക്കിയുള്ള ആർക്കും ഒരു ഉപദ്രവം ഉണ്ടാക്കാണ്ട് നമ്മൾ നമ്മുടെ കാര്യം നോക്കി നമ്മൾ ഹാപ്പിയായി നമുക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്ത് ഹാപ്പി ആയിട്ട് പോകണമെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ് കാര്യം. അവർ ചെയ്യുന്നത് അതാണ്. അവരാരും ഉപദ്രവിക്കാനും പോകുന്നില്ല, അവരായിട്ട് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കുന്നില്ല. അപ്പോ നമ്മൾ ഈ റിലീജിയന്റെ പേരിലും അതുപോലെ ജെൻഡറിന്റെ പേരിലും ഒക്കെ അവരെ വേർതിരിക്കുക അല്ലെങ്കിൽ അവർക്ക് വേണ്ടി അൺനെസസറി ഹേറ്റ് സ്പ്രെഡ് ചെയ്യുക, ഇതിന്റെ ഒന്നും ആവശ്യമില്ല. അപ്പോ എന്തായാലും ഈ ഒരു സംഭവം ആണ്, അതിനെപ്പറ്റി ചർച്ചയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. എന്നാലും ഇവിടെ അക്ബറിന്റെ ഉമ്മയുടെ കേസിലും അവരെയും കുറ്റം പറയാൻ പറ്റില്ല. ആദില നൂറ ചെയ്തത് അവരുടെ സൈഡിൽ എന്താണോ ശരി, അവരവരുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂന്ന് നോക്കുമ്പോൾ ശരി എന്താണോ അത് അവര് ചെയ്തു. അവരെയും അതിനെ കുറ്റം പറയാൻ പറ്റില്ല. അപ്പോ ഈ ഒരു കേസിൽ എനിക്ക് അത്രയാണ് പറയാനുള്ളത്. അപ്പൊ ഇതിപ്പോ ഓൾറെഡി ഒരു ചർച്ചാ വിഷയം ആവുന്നുണ്ട്. പക്ഷെ നമുക്കിത് കൂടുതൽ ഹൈലൈറ്റ് ചെയ്യാണ്ട് എല്ലാവരെയും അവരവരുടെ വഴിക്ക് വിടുക, അവരവരുടെ തീരുമാനങ്ങളായിട്ട് അവരവർ മുന്നോട്ട് പോട്ടെ എന്നുള്ള ഒരു മൈൻഡിൽ വിട്ട് കഴിഞ്ഞാൽ അതിന്റെ പ്രശ്നവും സോൾവ് ആവും. നമുക്ക് കുറച്ചും കൂടി ഗെയിം കോൺസെൻട്രേറ്റ് ചെയ്ത് ഇത് ചെയ്യാം. അക്ബറിന് ഒരു റിയലൈസേഷൻ, അക്ബറിന് തീരുമാനങ്ങളും
ഡിസിഷൻസും ഒക്കെ എടുക്കാനുള്ള പ്രാപ്തിയുള്ള ഒരു വ്യക്തിയാണ്. അപ്പൊ അക്ബറിന് തീരുമാനിക്കാം, അവരോട് സംസാരിക്കണമെങ്കിൽ സംസാരിക്കണ്ട, എന്താന്ന് വെച്ചാൽ അക്ബറിന് തീരുമാനിക്കാം, അത് അക്ബർ തീരുമാനിക്കട്ടെ. അപ്പൊ നമുക്ക് അറിയാം അക്ബറിന്റെ ക്യാരക്ടർ എങ്ങനെയാണ്, അല്ലെങ്കിൽ അക്ബർ ഏത് രീതിയിലാണ് ഓരോ കാര്യങ്ങളെയും എടുക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു കാര്യം കൊണ്ട് മനസ്സിലാക്കാം. എന്തായാലും ഇതുപോലുള്ള റെഗുലർ ബിഗ് ബോസ് അപ്ഡേറ്റ്സിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.